നിങ്ങളും ഞാനൊക്കെ യൂഷ്വലായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് കുറേ വെബ്സൈറ്റുകളൊക്കെ കയറി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഞാനും അങ്ങനെ ഡിസ്കൗണ്ടൊക്കെ തപ്പി പിടിച്ചിട്ട് മേക്ക് മൈ ട്രിപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ക്യാൻസലായി. ഈ കൊച്ചി ടു ദുബായ് ടിക്കറ്റ് ക്യാൻസലായി. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസലായത് 2-ാം തീയതിയാണ്, അതായത് ഈ മാസം 2-ാം തീയതി. ഇത്രയും ദിവസമായിട്ട് ഇവർ റീഫണ്ട് തന്നിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ടായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് മെയിൽ അയക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഈ സപ്പോർട്ട് ക്ലെയിം എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2-ാം തീയതി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ റീഫണ്ട് വന്നിട്ടില്ല. ഇവരെ വിളിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂറൊക്കെ എടുക്കും ഇവരായിട്ട് കോളൊന്ന് കണക്റ്റ് ആവാനായിട്ട്. അതായത് ബോട്ടിൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരായിട്ട് സംസാരിക്കാൻ തന്നെ 3/4 മണിക്കൂറോളം സമയം എടുക്കും. ഇന്ന് ഞാനവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എഗെയിൻ ഒരു 72 hours വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ നിങ്ങൾ ഇനി ആരെങ്കിലും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അവരെ ചാറ്റ് സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്യുക, ഇതുപോലൊരു സിറ്റുവേഷൻ വരണ്ടെന്നുണ്ടെങ്കിൽ.